നിലമ്പൂരിൽ കടന്നു പോകരുതെന്നാണ് വി.ഡി. സതീശൻ ശശി തരൂരിനോട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ചാണ്ടി ഉമ്മനുമുണ്ട് കൊട്ടുകൾ. വി.ഡി. സതീശന് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ വി.ഡി. സതീശന്റെ അപ്രമാദിത്വം അംഗീകരിക്കാത്ത ആളുകളെ, നേതാക്കളെ, അത് എത്ര ഉന്നതനായാലും അവിടെ പേര് വെട്ടിക്കഴിഞ്ഞു. ശശി തരൂരിന് നിലമ്പൂരേക്ക് വരേണ്ട. തരൂർ പറഞ്ഞു 17-ാം തീയതി വരെ UK-ലും വിദേശത്തൊക്കെ പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷേ പാർട്ടി പറയുകയാണെങ്കിൽ അതൊക്കെ മാറ്റിവെച്ചിട്ട് നിലമ്പൂരിൽ നിൽക്കാൻ തയ്യാറാണെന്ന് തരൂരിന്റെ ഓഫീസും തരൂരുമൊക്കെ അദ്ദേഹത്തെ ബന്ധപ്പെടുന്ന ആളുകളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് KPCC നേതൃത്വവും അതുപോലെ തന്നെ നിലമ്പൂരിൽ ഇലക്ഷൻ സ്ട്രാറ്റജി പ്ലാനൊക്കെ തയ്യാറാക്കുന്ന നമ്മുടെ സ്വന്തം വി.ഡി. സതീശനും പറയുന്നത് തരൂരൊന്നും ഇങ്ങോട്ട് കടന്നു കയറണ്ട. കോൺഗ്രസിനെ എപ്പോഴും വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന തരൂരിന് ഇങ്ങോട്ട് പ്രവേശനമില്ല എന്നാണ് സതീശന്റെ അഭിപ്രായം. അതുപോലെ തന്നെ ചാണ്ടി ഉമ്മനെ നമുക്കറിയാം. പാലക്കാട് അറഞ്ചം പുറഞ്ചം അടിച്ചോടിച്ച ആളാണ് വി.ഡി. സതീശൻ. പാലക്കാടേക്ക് കാലുകുത്താൻ പോലും സമ്മതിച്ചില്ല. പിന്നീട് ഇലക്ഷനൊക്കെ കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു കഴിഞ്ഞപ്പോഴാണ് ചാണ്ടി ഉമ്മൻ പതുക്കെ പറഞ്ഞത്, എന്നെ അവിടെയെങ്ങും അടുപ്പിച്ചതേ ഇല്ല, എന്നെ മറ്റ് സ്ഥലങ്ങളിലാണ് ചുമതല എന്നത്, ഒരു പഞ്ചായത്തിന്റെ ചുമതല പോലും എനിക്ക് നൽകിയിരുന്നില്ല, അത് ഭയങ്കര മോശമാണെന്ന് ചാണ്ടി ഉമ്മൻ വിലപിക്കുകയും ചെയ്തു. ചാണ്ടി ഉമ്മൻ എന്ന് പറയുമ്പോൾ കേരളം കണ്ട കോൺഗ്രസ് മുഖ്യമന്ത്രിമാരിൽ കേരളം കണ്ട കോൺഗ്രസിലെ ജനകീയ നേതാക്കളിൽ അഗ്രഗണ്യനും ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന നേതാവുമായിരുന്നു ഉമ്മൻചാണ്ടി എന്നതിൽ തർക്കമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ മകനാണ് ചാണ്ടി ഉമ്മൻ. അതും പുതുപ്പള്ളിയിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തോടെ ഉപതെരഞ്ഞെടുപ്പ് ജയിച്ച MLA ആയ യുവ നേതാവ് കൂടിയാണ് ചാണ്ടി ഉമ്മൻ. ചാണ്ടി ഉമ്മനെയാണ് നിലമ്പൂരിൽ വരേണ്ടതില്ല, നിലമ്പൂരിൽ അങ്ങനെ ഒന്നും കയറി ഷൈൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വി.ഡി. സതീശൻ വളരെ ഗംഭീരമായി താക്കീത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചാണ്ടി ഉമ്മനും തരൂരിനും വി.ഡി. സതീശന്റെ വക ഇങ്ങനെ ഒരു വിലക്ക് നിലമ്പൂരിലുണ്ട്. എന്തുകൊണ്ട് തരൂരിന് നിലമ്പൂരിൽ വിലക്ക് ഏർപ്പെടുത്തിയെന്ന് ചോദിക്കുമ്പോൾ നിലമ്പൂരിൽ മാത്രമല്ല, തരൂര് എവിടെ പോയാലും BJP നേതൃത്വത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ തരൂരിനെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് ഗുണത്തെക്കാൾ ദോഷം ചെയ്യുമെന്നാണ് വി.ഡി. സതീശന്റെ വിലയിരുത്തൽ. കോൺഗ്രസ് നേതാക്കളെ തന്നെ ഒതുക്കി ഒരു മൂലക്കിരുത്തി നിലമ്പൂര് എങ്ങനെ സ്വന്തം ക്രെഡിറ്റ് ആക്കാം, ജയിച്ചാൽ അത് എൻ്റെ മാത്രം ക്രെഡിറ്റിൽ നിന്നാണ്, എൻ്റെ മാത്രം കഴിവുകൊണ്ടാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് വി.ഡി. സതീശൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വി.ഡി. സതീശന്റെ ഒരു വെട്ട് ഇങ്ങനെ തരൂർ ഏറ്റുവാങ്ങുമ്പോൾ ഹൈക്കമാൻഡിൽ നിന്ന് മാരകമായ മറ്റൊരു വെട്ടും തരൂരിന് കിട്ടിയിട്ടുണ്ട്. തരൂരിനോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പോയി പര്യടനമൊക്കെ നടത്തി മോദിയെ സ്തുതിച്ചു, കേന്ദ്ര സർക്കാരിനെയൊക്കെ സ്തുതിച്ചു, ആ സ്തുതിപ്പും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട. പാർട്ടിയെ വെട്ടിലാക്കുന്ന ഒരു പരിപാടിക്കും നിങ്ങൾ പറയുകയും വേണ്ട, ഒന്നും പൊതുവായ പ്രസ്താവനയും നടത്തേണ്ടതില്ല എന്നാണ് ഹൈക്കമാൻഡ് തരൂരിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. തരൂർ പറഞ്ഞു, നമുക്ക് നേതാക്കൾ ഹൈക്കമാൻഡ് നേതാക്കൾ മല്ലികാർജ്ജുൻ ഖാർഗെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരു വാർത്താ സമ്മേളനം വിളിക്കാം. വാർത്താ സമ്മേളനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പ്രതിനിധി സംഘം വിദേശത്ത് പോയി നടത്തിയ പര്യടനം എത്രമാത്രം വിജയകരമായിരുന്നു, ശുഭപ്രതീക്ഷ തരുന്നതായിരുന്നു, ഇക്കാര്യങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളെ അറിയിക്കാമെന്നായിരുന്നു തരൂരിന്റെ ആഗ്രഹം. ആ ആഗ്രഹത്തിന് ഹൈക്കമാൻഡും വെട്ടിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര നേതാക്കളും കേരളത്തിലെ നേതാക്കളും തരൂരിനെ അടപടലം അടച്ച് പൂട്ടി വച്ചിരിക്കുകയാണ്. ഒരു അക്ഷരം മിണ്ടിപ്പോകരുത്, പറയുന്ന രീതിയിൽ ചെയ്താൽ മതി എന്ന തരത്തിൽ. അതുപോലെ തന്നെ യുവ നേതാവായ ചാണ്ടി ഉമ്മനും ശശി തരൂരിന് ഉള്ള അത്രയും പ്രിവിലേജ് ഒന്നും പാർട്ടിയിലോ ലോകരാജ്യങ്ങൾക്കിടയിലോ ചാണ്ടി ഉമ്മനില്ല. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ മകനാണ്. ചാണ്ടി ഉമ്മന് അത്യാവശ്യം ഒരു വൈബൊക്കെ ഉള്ള നേതാവാണ്. അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയില്ല. നിലമ്പൂരിൽ നിങ്ങൾ ഇതുവരെയെങ്കിലും കണ്ടോ ചാണ്ടി ഉമ്മൻ എവിടെയെങ്കിലും പങ്കെടുക്കുന്നതോ ഏതെങ്കിലും ഫോട്ടോയിലോ മറ്റോ കണ്ടോ? ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടോ? കണ്ടില്ല. കണ്ടില്ല എന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. ചാണ്ടി ഉമ്മനെയും പതുക്കെ ഫോട്ടോയിൽ പോലും പ്രത്യക്ഷപ്പെടാൻ പാടില്ല എന്ന തരത്തിൽ ചാണ്ടി ഉമ്മനെയും സതീശൻ വിലക്കിയിട്ടുണ്ട്.